BB ഹോട്ടലിലെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ഈ ശോഭ വിശ്വനാഥ് അതിനകത്തോട്ട് ഗസ്റ്റായിട്ട് പോയിരിക്കുന്നത് ലക്ഷ്മിക്ക് സഹതാപ വോട്ട് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? എൻ്റെ ഒരു സംശയമാണ്. ഒരു തവണയൊക്കെ രണ്ട് തവണയൊക്കെ നീ അടുത്തോട്ട് വരുമ്പോൾ മാറുന്നു, നീ പോയി കുളിച്ചിട്ട് വാ എന്ന് പറയുന്നതിൻ്റെ ഒരു പൊരുള് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത്രയ്ക്കും ഒരു അഴുക്ക് പറ്റിയ ഒരു ശരീരവും മനസ്സും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ ലക്ഷ്മിയുടേത്. അവർ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച പരാമർശങ്ങൾ, അതിൽ വേണമെങ്കിൽ ഒരു കൊട്ട് കൊടുക്കാൻ കയറി ചെന്ന ഗസ്റ്റിന് കൊട്ട് കൊടുക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു മോശമായിട്ടുള്ളൊരു പരിപാടി നമ്മുടെ ശോഭ വിശ്വനാഥ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഷിയാസ് കരി നമ്മുടെ പ്ലാച്ചിക്കുട്ടനെ വലിച്ച് പുറത്തേക്ക് എറിഞ്ഞത്, എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഷിയാസ് മനസ്സുകൊണ്ട് കൺഫേം ചെയ്ത് ഇങ്ങനെ ചെയ്യണം എന്ന് നേരത്തെ പ്ലാൻ ചെയ്തൊന്നും അതിനകത്ത് പോയതായിരിക്കത്തില്ല. ബിഗ് ബോസ് ടീം അംഗങ്ങൾ പറഞ്ഞതായിരിക്കും അതിനെ എടുത്ത് തൂക്കിയെറിയാൻ, അല്ലാതെ ഷിയാസ് ആ പരിപാടി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആര്യന്റെ ഉറ്റ സുഹൃത്താണ് നമ്മുടെ ശോഭ വിശ്വനാഥ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ചിലർ പറയുന്നത് കേട്ടു കസിൻ ആണെന്നൊക്കെ. അതെനിക്ക് അറിയാൻ പാടില്ല, ഫ്രണ്ട് ആണെന്നുള്ളൊരു കാര്യം എനിക്കും അറിയാം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികൾ ശോഭ ആര്യൻ്റെ അടുക്കെ കാണിക്കുമോ? അതായത് ആര്യന് 1-2 സ്റ്റാർ കൂടുതൽ കൊടുക്കാനായിട്ടുള്ള ഒരു പരിപാടി ശോഭ കാണിക്കുമോ? ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഹോട്ടൽ ടാസ്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണേ. അപ്പോൾ ആദ്യമേ തന്നെ ഷിയാസും ലക്ഷ്മിയും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു കോൺവെർസേഷൻ തുടങ്ങിയപ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, നിർത്തിക്കോ, പുറത്തെ കാര്യങ്ങൾ പറയാനും പുറത്തെ കാര്യങ്ങൾ ചോദിക്കാനും ഇവിടെ ആരും നിൽക്കണ്ട എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ലക്ഷ്മി പണ്ടങ്ങാണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ലെസ്ബിയൻസിനെ സപ്പോർട്ട് ചെയ്യുമോ എന്തോ ചെയ്തിട്ട് എന്തോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷിയാസ് അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം പുറത്തെ കാര്യം അതെന്തിനാണ് ഷിയാസ് അകത്തുനിന്ന് സംസാരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അനൗൺസ്മെന്റും വന്നു, അത് ചെയ്യണ്ട, നിർത്തിക്കോളാൻ പറഞ്ഞപ്പോൾ ആ പരിപാടി നിർത്തി. അപ്പോൾ അത് ചോദിച്ചപ്പോൾ തന്നെ ലക്ഷ്മി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ലെസ്ബിയൻസിനെതിരല്ല, പക്ഷെ അവരെ നോർമലൈസ് ചെയ്യുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നുമില്ല എന്നൊരു കാര്യമാണ് ലക്ഷ്മി അവിടെ പറയുന്നത്. അത് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ വന്നു അനൗൺസ്മെന്റ്. ലക്ഷ്മി ആ പറഞ്ഞ ആ ഒരു കാര്യത്തോട് ഞാനിപ്പോൾ സംസാരിക്കാൻ നിൽക്കുന്നില്ല. നോർമലൈസ് ചെയ്യണോ വേണ്ടയോ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. കാരണം ഇപ്പം നമ്മൾ അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ലക്ഷ്മിയെ അങ്ങ് വെളുപ്പിക്കാൻ ശ്രമിക്കുമായിരിക്കും എന്ന് കുറേ ആളുകളെങ്കിലും വിചാരിക്കും. ലക്ഷ്മിയെ വെളുപ്പിക്കാൻ ഞാൻ നിൽക്കത്തില്ല. കാരണം കഴിഞ്ഞ ദിവസം ഒണിയലിൻ്റെ കേസിൽ ലക്ഷ്മി കാണിച്ചതൊക്കെ ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാരണങ്ങളാണ്. എന്ന് വെച്ചിട്ട് മൊത്തത്തിൽ ലക്ഷ്മി അങ്ങോട്ട് കാർക്കിച്ച് തുപ്പാൻ ഞാൻ നിൽക്കുന്നുമില്ല. അതവിടെ പോട്ടെ. എന്താണെങ്കിലും അതൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ഷിയാസ് കരീം, അനുമോളെ എവിടെ നിന്റെ പ്ലാച്ചിക്കുട്ടൻ എന്നും പറഞ്ഞ് നേരെ അനുമോളെ വിളിച്ചുകൊണ്ട് ബെഡ്റൂമിൽ പോകുന്നു. അനുമോൾ കാണിച്ചു കൊടുത്ത ഉടനെ ഷിയാസ് കൈകൊണ്ടെടുക്കുന്നു. അനുമോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഷിയാസ് പുറത്തു കൊണ്ടുപോയി വലിച്ചെറിയുമെന്ന്. ഷിയാസ് ഓടി പുറത്ത് വന്ന് എടുത്ത് വലിച്ച് പുറത്തേക്ക് ഒരു കയറും. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത് ഷിയാസ് മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല, ഷിയാസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കാം. എന്തിനു വേണ്ടി ചെയ്യിച്ചു? നമുക്ക് രണ്ട് രീതിയിൽ അതിനെ ചിന്തിക്കാം, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ കാണാം. ഒന്ന്, ഈ പ്ലാച്ചിക്കുട്ടനെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഗെയിം വിട്ടിട്ട് പുതിയൊരു ഗെയിം പിടിക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ബിഗ് ബോസ് ടീം അംഗങ്ങൾ ആ ഒരു പരിപാടി ഷിയാസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇല്ലെങ്കിൽ ഈ ഒരു പരിപാടി അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരുപാട് കുടുംബ പ്രേക്ഷകർ അനുമോൾക്ക് വേണ്ടി കരയും, വോട്ട് കുത്തും. അത് പ്രതീക്ഷിച്ചിട്ടും ആയിരിക്കാം. ഈ രണ്ട് രീതിയിൽ നമ്മൾ അതിനെ കണക്കാക്കണം. എന്താണെങ്കിലും മുട്ടാൻ കരച്ചിലാണ്, തലയൊക്കെ പുറത്തിട്ട് ഇടിക്കുന്നതൊക്കെ കണ്ട് എന്തിനോ എന്തോ. എന്താണെങ്കിലും അതൊക്കെ കഴിഞ്ഞ് ഓടി നമ്മുടെ ഈ ബാത്റൂമിന്റെ അപ്പുറം മറ്റേ ഡ്രസ്സിങ് ഏരിയ എന്തോ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് പോയിരുന്ന് കരയുന്നുണ്ട്. ശോഭ അങ്ങോട്ട് തുടങ്ങി, നീ ഇവിടെ ഗെയിം കളിക്കാനല്ലേ വന്നത്, അല്ലാതെ ഈ സാധനത്തിനെ പിടിച്ച് മറ്റേ നെഞ്ചത്ത് വെച്ചോണ്ട് നടക്കാനാണോ? അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല സാധനങ്ങൾ വരും, അത് പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കരഞ്ഞോണ്ടിരിക്കണോ? നീ ഇവിടെ എന്തിനാ വന്നത്? ഗെയിം കളിക്കൂ എന്നൊക്കെ പറഞ്ഞ് ശോഭ കുറച്ച് ഷൗട്ട് ചെയ്തപ്പോഴത്തേക്ക് അനുമോൾക്ക് ഏതാണ്ട് കാര്യമൊക്കെ കുറച്ച് പിടി കിട്ടിയിട്ടുണ്ട്. അനുമോൾ പിന്നെ കരച്ചിലൊക്കെ നിർത്തി വന്ന് അനുമോളുടെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് രസകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ ഇതിനു മുമ്പാണ് നമ്മുടെ ആര്യൻ സാരിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടി. ആര്യൻ ഞാൻ അറിഞ്ഞതുപോലെ കസിനാണ് ശോഭയുടെ. പക്ഷെ ഇതുവരെയായിട്ടും ഇത്രയും നേരമായിട്ട് കണ്ടതിനകത്തുനിന്ന് അങ്ങനെ ആര്യനെ അങ്ങോട്ടൊരു ബൂസ്റ്റ് ചെയ്യുന്ന പരിപാടികളൊന്നും, അല്ലെങ്കിൽ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടികളൊന്നും അധികം ശോഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പണി പാടുമെന്ന് ശോഭയ്ക്ക് അറിയാം. അപ്പൊ അതുകൊണ്ടായിരിക്കാം ശോഭ അങ്ങനെ ഗംഭീരമായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ പോയിട്ടില്ല. ആര്യന് ചെറിയ പണിയൊക്കെ കൊടുക്കുന്നുമുണ്ട് ശോഭ. അതായത് സ്റ്റാർ കൊടുക്കുന്നതിനെ പറ്റി സംസാരിക്കാം. അതിനുശേഷം ആര്യന് കൊടുത്ത പണിയെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പൊ സ്റ്റാർ കൊടുക്കുന്നുണ്ട്. ഇത്രയും നേരം ആൾക്കാരുടെ ഒരു ക്യാരക്ടറും അവർ ചെയ്ത ജോലിയും ഒക്കെ വെച്ചിട്ടാണ് ശോഭയും റിയാസും
പിന്നെ നമ്മുടെ ഹൗസിൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ BB ഹോട്ടലിൻ്റെ ജനറൽ മാനേജർ ആയിട്ടുള്ള ലക്ഷ്മി കൂടെ ചേർന്നിട്ട് സ്റ്റാർ കൊടുക്കുന്നത് കംപ്ലീറ്റ്ലി ലക്ഷ്മിയുടെ ഇഷ്ടമാണ് എത്ര സ്റ്റാർ ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ളത്. പക്ഷേ ബിഗ് ബോസ് പറയുന്നു ഗസ്റ്റുകളുമായിട്ട് സംസാരിക്കാം, അവരുടെയും കൂടെ ഒരു ഒപ്പീനിയൻ എടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മുടെ ബിന്നിക്ക് കിട്ടുന്നില്ല കേട്ടോ. ബിന്നി, ജിസേൽ, അക്ബർ, റെന ഇവർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നമ്മുടെ ഷാനവാസിനും അനീഷിനും ഒക്കെ കിട്ടുന്നുണ്ട്. അവരൊക്കെ അവരുടെ ക്യാരക്ടറിൽ തന്നെ ഉണ്ട്. അതായത് ഷാനവാസ്, പിന്നെ നമ്മുടെ അനീഷ് ഏട്ടൻ, പിന്നെ അബി, പിന്നെ നമ്മുടെ ആരായിരുന്നു അബിയുടെ കൂടെ നോറ, പിന്നെ കിച്ചണിൽ നിൽക്കുന്ന ഉണിയിൽ ജിഷിൻ, ഇവരൊക്കെ അവരുടെ ഒരു ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ബിന്നിക്ക് കിട്ടിയില്ല. ബിന്നിക്ക് അതിൻ്റെ പേരിൽ നല്ല സങ്കടമുണ്ട്. ബിന്നി അതിൻ്റെ പേരിൽ പൊട്ടുന്നുമുണ്ട് ചെറുതായിട്ട്. പക്ഷെ ബിന്നിയുടെ ക്യാരക്ടറിൽ എത്തിയിട്ടില്ല. ഒരു മെയിൻ ഷെഫിൻ്റെ ഒരു ക്യാരക്ടറിലേക്ക് കയറിയിട്ടില്ല. ബിന്നി ഇപ്പോഴും കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചുമ്മാ അനാവശ്യമായിട്ട് ഒച്ചയും വെള്ളവും വെച്ചോണ്ടിരിക്കുക. അതിൻ്റെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ബിന്നിക്ക് കിട്ടാതെ പോയത്. പിന്നെ ജിസൈലിന് കിട്ടിയിട്ടില്ല. ജിസൈൽ പ്രോപ്പറായിട്ട് ഈ മുറുക്കൊക്കെ കൊണ്ടുവച്ച സമയത്ത് നമ്മുടെ ജിസൈൽ അത് നോക്കിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ റെന, അക്ബർ ഒന്നും ആ ഒരു ക്യാരക്ടറിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ അക്ബർ ക്യാരക്ടറുണ്ട്, റെന ഫാത്തിമയും ഉണ്ട്. പക്ഷെ ഒരുപാടൊന്നും അങ്ങോട്ട് കണ്ടന്റുകൾ കൊടുക്കാനായിട്ട് റെനയ്ക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ആര്യൻ ഒരു പണി കിട്ടി. അതായത് ഈ സ്റ്റാർ ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അനീഷ് എണീറ്റ് എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അത് പറയാനായിട്ടുള്ള ഒരു കാര്യം, ഈ കിച്ചണിൽ ബെസ്സൽ ക്ലീൻ ചെയ്യാൻ ആരുമില്ല, അപ്പോൾ അതിനാരെങ്കിലും വേണം. അപ്പോൾ ഈ അനീഷും ഷാനവാസും മൊത്തത്തിൽ അവർ ഈ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട്. പാത്രം കൂടെ കഴുകണം എന്ന് അവരോട് പറഞ്ഞു. അപ്പം അനീഷ് എണീറ്റ് എന്നിട്ട് പറഞ്ഞു അത് കുറച്ച് പാടാണ്, എല്ലാം കൂടെ ഞങ്ങൾ ഒറ്റയ്ക്ക് നടക്കത്തില്ല, അപ്പോൾ ഇവിടെ വേറെ ആർക്കെങ്കിലും സഹായത്തിന് ഇടണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആര്യനെ പിടിച്ച് സഹായത്തിന് ഇടുന്നുണ്ട്. അപ്പോൾ ആര്യൻ ഒന്നാമത് പാത്രം കഴുകാൻ ഇഷ്ടമല്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് അവൻ്റെ ഒരു മറ്റേടത്തെ ചിരിയൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ ശോഭ പറയുന്നുണ്ട് നിനക്കിവിടെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, നീ ചെയ്യാൻ പറയുന്നുണ്ട്. ഉടനെ പറയുന്നുണ്ട് ഞാൻ എൻ്റർടൈനറാണ്, ഞാൻ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. ഉടനെ ഷിയാസ് പറഞ്ഞു ആവശ്യമുള്ളപ്പോൾ നിന്നെ ഞങ്ങൾ വിളിക്കാം, നീ ബാക്കിയുള്ള സമയത്ത് അവിടെ പോയി ക്ലീൻ ചെയ്യും. ഈ ഒരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ആര്യൻ അവൻ്റെ ആ ജോലി എത്രത്തോളം നീറ്റായിട്ട് ചെയ്യുമെന്ന്. കാരണം പണ്ടേ അവന് പാത്രം കഴുകാൻ ഇഷ്ടമല്ല. പിന്നെ അനീഷേട്ടൻ അവിടെ ഉണ്ട്. അനീഷേട്ടനെ നെഞ്ചത്ത് തന്നെ അവൻ വെച്ചു കൊടുക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. പിന്നെ കുത്തിത്തിരിപ്പ്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല കനത്ത രീതിയിലുള്ള കുത്തിത്തിരിപ്പ് പരിപാടികൾ സൈഡിൽ കൂടെ നടത്തുന്നുണ്ട്. അതിനുള്ള കൊട്ട് ശോഭയുടെ നിന്നും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മുടെ ലക്ഷ്മിയോടുള്ള ഈ ശോഭാ വിശ്വനാഥിൻ്റെ ഡയലോഗ്, നീ അടുത്തോട്ട് വരുമ്പോൾ നാറുന്നു, തുമ്മുന്നു, നീ അഴുക്കാണ്, നീ പോയി കുളിച്ചിട്ട് വരൂ എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം, അത് ശോഭ തുടക്കത്തിലൊരു വന്ന് കയറി ഒരു 2-3 പ്രാവശ്യം അത് കൊടുത്തപ്പോൾ നമുക്ക് കാണാൻ രസമുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ ലക്ഷ്മിക്കിട്ടുള്ള ഒരു കൊട്ട്, അത് നല്ല രീതിയിൽ തന്നെ കൊട്ടണമെന്നുള്ളത്. അത് കൊട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു പരിധി കൂടുതൽ ആ കൊട്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇന്നിപ്പോൾ കഴിഞ്ഞു, ഇനി നാളെ ശോഭ ഇത് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. നാളത്തേക്ക് ചിലപ്പോൾ എടുക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇന്ന് മതി എന്നാണ് എൻ്റെ അഭിപ്രായം. കൊടുക്കാനുള്ള കൊടുത്തു. ലക്ഷ്മി ഒന്ന് ഒതുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ലക്ഷ്മി ഒതുങ്ങിയതായിരുന്നു. ഇന്ന് കുറച്ച് ആക്റ്റീവ്, എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്നും അത്ര ആക്റ്റീവ് അല്ല കേട്ടോ. എല്ലാവരും അവരുടെ ക്യാരക്ടറിലേക്കൊന്നും കയറിയിട്ടില്ല. അതിലേക്കൊണ്ടാണെങ്കിലും വലുതായിട്ടൊന്നും പറ്റുന്നില്ല. പിന്നെ ആര്യൻ, അവൻ എന്തോ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സാരിത്തുമ്പ് പരിപാടിയാണ് അവൻ ചെയ്യുന്നത്. അവന് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ? എനിക്കറിയത്തില്ല. എന്നിട്ട് പോലും അവനൊരു സ്റ്റാറൊക്കെ കൊടുത്തു. എന്തിനാണ് ലക്ഷ്മി അത് കൊടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതിന് മാത്രം ഒന്നും അവൻ ചെയ്തിട്ടില്ല. സാബുമോനൊക്കെ കൊടുത്തു, ഓക്കെ. സാബുമോനൊക്കെ അത് ഡിസേർവ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വലിയ പരിപാടിയൊന്നും സാബുമോൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു BB ഹോട്ടൽ ടാസ്ക് അത്ര ഗംഭീരമായിട്ടൊന്നും ഇതിനായിട്ടൊന്നും നടന്നിട്ടില്ല. അവിടുത്തെ കണ്ടസ്റ്റൻസിന് പ്രോപ്പറായിട്ട് ഇത് കിട്ടിയിട്ടുമില്ല എന്താ ചെയ്യേണ്ടത്. തുടക്കത്തിലൊക്കെ വന്ന് കയറിയപ്പോൾ ഈ ഗസ്റ്റുകളുടെ പുറകെ തന്നെയായിരുന്നു എല്ലാം കൂടെ. അതല്ലാതെ അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല. ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഏർപ്പെടൂ, നിങ്ങൾ ജോലി ചെയ്യൂ എന്നൊക്കെ ബിഗ് ബോസ് പറയേണ്ട അവസ്ഥയായി. അത് കൂടാതെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇത് ബിഗ് ബോസ് ഹോട്ടലാണ്. ബിഗ് ബോസ് ഹോട്ടലിലേക്ക് വന്ന 2 ഗസ്റ്റിനെ ആര്യനൊക്കെ കൊണ്ടുപോയി ജയിലൊക്കെ കാണിക്കുന്നു. ഇത് ഞങ്ങളുടെ ജയിലാണ്, അടുത്ത ആഴ്ച ഇവിടെ കിടക്കാൻ പോകുന്ന അക്ബറാണ്. എനിക്കറിയാൻ പാടില്ല. ആര്യനൊന്നും സത്യം പറഞ്ഞാൽ ഇതിന് മുമ്പത്തെ ബിഗ് ബോസ് ഒന്നും കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ അത് ബിഗ് ബോസ് ഹൗസിനകത്തെ കാര്യങ്ങളാണ്. ബിഗ് ബോസ് ഹൗസിലേക്കല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗസ്റ്റ് വന്നിരിക്കുന്നത്, ബിഗ് ബോസ് ഹോട്ടലിലേക്കാണ്, BB ഹോട്ടലിലേക്കാണ്. അപ്പോൾ അവരോട് അങ്ങനെ വേണം ബിഹേവ് ചെയ്യാൻ. പക്ഷെ ചില സമയങ്ങളിൽ ഇവരതെല്ലാം മറന്നിട്ടാണ് അവിടെ കളി കളിക്കുന്നത്. പിന്നെ ഒരു പുതിയ പ്രൊമോ ഒക്കെ ഞാനിപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ അനീഷിനെ കണ്ടു. നമ്മുടെ അനീഷിനെ ഒരുക്കിയിട്ട് ശോഭ അനീഷിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്ന 1-2 കാര്യങ്ങളൊക്കെ കണ്ടു. അനീഷ് ചിലപ്പോൾ കുറച്ച് സ്കോർ ചെയ്യും.
അതെനിക്ക് തോന്നുന്നുണ്ട് അനീഷ് സ്കോർ ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ അവിടെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. അതിനകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അനീഷ് തന്നെയാണ്. അനീഷിന് നല്ല രീതിയിൽ അനീഷ് പുറകെ നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്നാലും അവരുടെ ജോലികൾ അവർ സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ചില ആളുകൾ അങ്ങനെയല്ല. അക്ബറിനെ വരെ ഞാൻ കണ്ടു ഈ സാരിത്തുമ്പിൽ പിടിച്ചിരിക്കുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്ബർ മറ്റേന്താണ് അസിസ്റ്റന്റ് മാനേജറാണ്. ഈ ഗസ്റ്റിന്റെ സാരിത്തുമ്പ പിടിച്ച് നടക്കേണ്ട കാര്യം എന്താ? ഇനി അങ്ങനെ പിടിച്ച് നടന്നാൽ സ്റ്റാർ കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കാം, പക്ഷെ അത് ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയില്ല. അക്ബറിന് അതിൻ്റെ ഒരു സങ്കടമുണ്ട്. ഏറ്റവും കൂടുതൽ സങ്കടം ബിന്നിക്കാണ്. കാരണം ഞാനാണ് കിച്ചണിലെ ബാക്കി 2 അസിസ്റ്റൻസിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്, എന്നിട്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു സാധനമുണ്ട്. കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ പ്രോപ്പറായിട്ട് മാന്യമായിട്ട് നിൽക്കണം. ബിന്നി അങ്ങനെയല്ല നിൽക്കുന്നത്. ബിന്നി അനാവശ്യമായിട്ടുള്ള ചൊറിച്ചിലുകളും അതിനകത്തൊന്ന് കണ്ടന്റ് ഉണ്ടാക്കി പ്രീതിപ്പെടുത്താൻ എന്നുള്ളൊരു സാധനമാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല. ഇത്രയും ദിവസം എങ്ങനെയായിരുന്നോ അതുപോലെ ഇപ്പോഴും നിൽക്കുന്നത് കുറേ ആളുകൾ. ഇനിയും ബിഗ് ബോസ് ഹോട്ടലാണ് അവിടെ അപ്പം ഹോട്ടലിൽ നിൽക്കുന്ന ആൾക്കാരെ പോലെ നിൽക്കണം. അതായിരിക്കാം കുറച്ചുകൂടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. എന്നാലേ വോട്ട് കിട്ടത്തുള്ളൂ. അവിടുത്തെ ഇപ്പോൾ വന്നിരിക്കുന്ന ഗസ്റ്റുകൾക്ക് പ്രീതി കിട്ടുകയുള്ളൂ. ജനറൽ മാനേജർ സ്റ്റാർ കൊടുക്കുകയുള്ളൂ. സ്റ്റാർ കൊണ്ടൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അനീഷിനെ ഞാൻ വീണ്ടും പറയാൻ കാരണം, അനീഷ് മാക്സിമം സ്റ്റാർ അടിച്ചെടുക്കാൻ നോക്കും. കാരണം അനീഷിന് സ്റ്റാർ കിട്ടിയാലേ നോമിനേഷൻ പവർ കിട്ടുകയുള്ളൂ. അത് അനീഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും അവിടെ പ്രോപ്പറായിട്ട് നിന്ന് കളിച്ചാൽ രസം ഉണ്ടായിരിക്കും. ഇപ്പോൾ വലിയ രസമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും നേരം ലൈവിൽ ഇതൊക്കെയാണ് കണ്ടത്. ബാക്കി ഇനി പോയി കാണട്ടെ. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.